ഓക്കെ, ഹെൽത്ത് ലിവിങ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും പല സ്ഥലങ്ങളിലും ഇരുന്ന് ഈ സൂമിൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ഒരു സർവശക്തന്റെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം, പ്ലീസ്. ഓക്കെ, വെൽക്കം ബാക്ക് എവരി വൺ. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഹെൽത്ത് ലിവിങ് സെക്ഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നല്ലൊരു ഡയറിയും പേനയും കയ്യിൽ കരുതുക. നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കറക്റ്റ് ആക്കിയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്ന് വെച്ചാൽ ഒരു ഫാമിലി ഓറിയൻറ്റഡ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ഇരുന്ന് നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ആരോഗ്യത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നവരാണ്. രോഗം വന്ന് ആർക്കും ചികിത്സിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഹെൽത്ത് ലിവിങ് സെക്ഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമുക്ക് ആത്തിക മാഡത്തെ വെൽക്കം ചെയ്യാം. പ്ലീസ് വെൽക്കം ആത്തിക മാം. താങ്ക് യു ഷേബ് സാർ, താങ്ക് യു സോ മച്ച്. എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് HLS ഹെൽത്തി ലിവിങ് സെഷൻ എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഷേബ് സാറെ ഒന്ന് ഓക്കെ ആണെങ്കിൽ പറയണേ, സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തിട്ട്. ഓക്കെ ആണോ സാർ? ഓക്കെ, താങ്ക് യു. അപ്പം ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ ഒരു ബി ഹെൽത്തി ഷോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഹെൽത്ത് ഈസ് വെൽത്ത് നമുക്കറിയാം അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളുടെ ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത്. എന്നിട്ട് നമ്മൾ ആരും തന്നെ ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. ആരോഗ്യം നഷ്ടപ്പെടുത്തി സമ്പത്ത് ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ് നമ്മൾ ഓരോരുത്തരും. അതായത് ഓരോ വ്യത്യസ്ത മേഖലകൾ തേടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ഈ പിക്ചറിൽ നോക്കിക്കേ. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മളുടെ കയ്യിലൊരു വാഹനം, ഒരു 2 വീലർ ആവട്ടെ, അല്ലെങ്കിൽ പിക്ചറിൽ കാണുന്നത് പോലെ ഒരു 4 വീലർ ആവട്ടെ, ഈ ഒരു ഇത് സർവീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ക്യാഷ് മുടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ നല്ല കണ്ടീഷനിൽ കൂടുതൽ കാലം ഉപയോഗിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ലോങ് റണ്ണിങ്ങിൽ എഞ്ചിന്റെ പണി വരും, നല്ല രീതിയിൽ അത് സർവീസ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെ. അപ്പം കൂടാതെ ഒരു വലിയ തുക തന്നെ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സർവീസിന്റെ സമയത്ത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് വലിയൊരു തുക തന്നെ ഇതിനു വേണ്ടി നമ്മൾ ചെലവഴിച്ചു കൊണ്ടിരിക്കേണ്ടി വരും അല്ലെ. എന്നാൽ അത് ശരിയാവും. പക്ഷേ നമ്മുടെ ശരീരം, നിങ്ങൾ പിക്ചറിൽ നോക്കിക്കേ, നമ്മളുടെ ഈ ഒരു ശരീരം എന്ന വാഹനം നമ്മൾ എപ്പോഴെങ്കിലും റിപ്പയർ ചെയ്തിട്ടുണ്ടോ അല്ലെ? എത്ര വർഷമായി നമുക്ക് വേണ്ടി നമ്മുടെ ഈ ഒരു ബോഡി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ലാസ്റ്റ് സർവീസ് ചെയ്തത് നമ്മൾ എപ്പോഴാണ്? നമ്മൾ സർവീസ് ചെയ്തിട്ടേ ഉണ്ടാവില്ല അല്ലെ. എങ്കിൽ എഞ്ചിൻ പണി എപ്പം വരും എന്ന് ചിന്തിച്ചാൽ മതി. അതിന് വളരെയധികം സാധ്യതയുണ്ട്. അപ്പം എങ്ങനെയാണ് ആ എഞ്ചിൻ പണി വരാന്ന് ചോദിച്ചാൽ ആഫ്റ്റർ എഫക്റ്റ്, അതായത് നമുക്ക് ഓരോ ജീവിത ശൈലി രോഗങ്ങളായിരിക്കും അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവാം. അത്തരം അവസ്ഥകളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഭീമമായ ഒരു ചികിത്സാ ചെലവ് ഓരോ വ്യക്തിക്കും വരുന്നുണ്ടാവും. പലർക്കും അത് താങ്ങാൻ പറ്റാവുന്നതിൽ ഏറെയായിരിക്കും അല്ലെ. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എടുത്തു നോക്കിക്കേ, പകർച്ചവ്യാധികൾ വരാൻ ഒത്തിരി സാധ്യത ഉള്ള ഒരു ടൈം പീരീഡ് ആണ് നമ്മുടെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഇമ്മ്യൂണിറ്റി വളരെ കുറവാണ് അല്ലെ. അപ്പം എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ പ്രതിരോധ ശേഷി വളരെ വളരെ ഒരു കുറഞ്ഞ കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അസുഖം വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് ഒരു കാരണം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അതിന് വിളിക്കുന്ന പേരാണ് ഇറ്റ്സ് കോൾഡ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ജീവൻ തന്നെ നിലനിർത്താനുള്ള ഓക്സിജൻ തന്നെയാണ് നമുക്ക് വില്ലനായി തീരുന്നത് എന്നതാണ്. നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കിക്കേ, നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ കാണാൻ പറ്റും, ഒരു ആപ്പിൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കളർ ബ്രൗൺ ആയിട്ട്, ഒരു ബ്രൗൺ ആയിട്ട് നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരു ആപ്പിൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബ്രൗൺ കളറിലേക്ക് വരുന്നതായി നമുക്ക് കാണാൻ പറ്റും. കൂടാതെ ഒരു ഇരുമ്പ്, അത് തുരുമ്പിക്കുന്ന ഒരു അവസ്ഥയും നമുക്ക് കുറെ വെച്ച് കഴിഞ്ഞാൽ അതൊരു തുരുമ്പിക്കുന്ന ഒരു അവസ്ഥയും നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഓക്സിജന്റെ പ്രതിപ്രവർത്തനങ്ങളാണ്, അതായത് ഓക്സിഡേഷൻ എന്നാണ് ഇതിന് പറയാം. ഒരു സാധാരണ ആരോഗ്യവാനായ ഒരാളുടെ ശരീരത്തിൽ ഈ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങൾ നോക്കിക്കേ, എന്തൊക്കെയാണ് അതിനുള്ള റീസൺസ്?
നമുക്കറിയാം സ്മോക്കിംഗ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് തന്നെയാണ് അല്ലെ. സ്മോക്കിംഗ് ആവട്ടെ, ബാഡ് ഡയറ്റ് ആവട്ടെ, സ്ട്രെസ് ഉണ്ടാവട്ടെ, ലാക്ക് ഓഫ് ന്യൂട്രീഷൻ, അല്ലെങ്കിൽ എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ, ഇങ്ങനെ പല കാരണങ്ങളും, എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ ശരീരത്തിൽ ഈ ഓക്സിജന്റെ നശീകരണ സ്വഭാവം ഉണ്ടാവുന്നത് അല്ലെ. ഇതിനെയാണ് നമ്മൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇത് ഓരോന്നും നമ്മുടെ ബോഡിയിൽ എത്തുമ്പം അത് 10 മടങ്ങ് കൂടിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ അത് വർദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഈ പറഞ്ഞ നമുക്കറിയാം നിരവധി ആറ്റങ്ങൾ കൂടിയിട്ടുള്ളതാണ് നമ്മുടെ ബോഡി അല്ലെ. അപ്പൊ ഈ ആറ്റങ്ങള് നിങ്ങൾ നോക്കൂ, ഈ പ്രോട്ടോൺ എന്ന് പറയുന്നത് 4 ജോഡി ഇലക്ട്രോൺ ചുറ്റുമുള്ള ഒരു ന്യൂട്രൽ ആയിട്ടുള്ള, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ആറ്റം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കാരണം, അതായത് സ്മോക്കിംഗ്, ഈ ബാഡ് ഡയറ്റ്, സ്ട്രെസ്, ലാക്ക് ഓഫ് ന്യൂട്രീഷൻ, അല്ലെങ്കിൽ എയർ ഓഫ് വാട്ടർ പൊല്യൂഷൻ, ഈ കാരണങ്ങൾ എല്ലാം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലുള്ള ഇലക്ട്രോൺ നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ഈ ഒരു ആറ്റം എന്താവും, അത് അൺസ്റ്റേബിൾ ആയിട്ടാണ് ഉണ്ടാവാറുള്ളത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്, ഫ്രീ റാഡിക്കൽസ് എന്ന് വിളിക്കാറ്, അതായത് സ്വതന്ത്ര റാഡിക്കൽസ് എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. ഇതാണ് നമ്മുടെ ശരീരത്തിൽ ഈ നശീകരണ സ്വഭാവം ചെയ്യുന്നത് മൈ ഡിയർ ഫ്രണ്ട്സ്. ഈ ഫ്രീ റാഡിക്കൽസ് ശരീരത്തിന്റെ ഏത് ഭാഗത്താണോ പ്രതിപ്രവർത്തനം നടത്തുന്നത് ആ ഭാഗങ്ങളിൽ ക്രമേണ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇനിയിപ്പം ഒരു ലോങ് റണ്ണിൽ, നമ്മുടെ ബോഡിന്റെ ഒരു ലോങ് റണ്ണിൽ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്ക് അത് മാറ്റിക്കൊണ്ടും ഇരിക്കുന്നുണ്ടാവും. എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ തലച്ചോറിലാണ് ഇതിന്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെങ്കിൽ, ഈ ഫ്രീ റാഡിക്കൽസിന്റെ ഇമ്പാക്ട് ഉണ്ടാവുന്നതെങ്കിൽ, ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ജോയിന്റിലാണ് ഈ ഫ്രീ റാഡിക്കൽസിന്റെ പ്രശ്നങ്ങൾ കാണുന്നതെങ്കിൽ, ജോയിന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാവുന്നതാണ്. അപ്പം എന്താണ് ഇതിനുള്ള ഒരു പരിഹാരം എന്ന് ചോദിച്ചാൽ, മൈ ഡിയർ ഫ്രണ്ട്സ്, ഇലക്ട്രോൺ നമുക്കറിയാം, ആന്റി ഓക്സിഡന്റ് നമ്മുടെ ശരീരത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഈ ആന്റി ഓക്സിഡന്റ് ചെയ്യുന്നത് ഇങ്ങനെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഓരോ ആറ്റത്തിനെയും ആവശ്യത്തിനുള്ള ഇലക്ട്രോൺ നൽകിക്കൊണ്ട് അതിനെ ന്യൂട്രൽ ആക്കിക്കൊണ്ടിരിക്കും എന്നതാണ് മൈ ഡിയർ ഫ്രണ്ട്സ് ഈ ആന്റി ഓക്സിഡന്റ് ചെയ്യുന്ന പണി. ഇങ്ങനെ ഈ ഫ്രീ റാഡിക്കൽസിനെ അബ്സോർബ് ചെയ്ത് ന്യൂട്രൽ ആക്കാനുള്ള ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റിക്കാണ് ഓക്സിജൻ റാഡിക്കൽ അബ്സോർബൻസ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റൂല്ലേ, എന്തോ റേഞ്ചിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ചെറിയൊരു പിക്ചറിന് ക്ലിയർ കുറവുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്, അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ആവശ്യത്തിന് ഇതിന് ഈ ഒറാക്ക് നമ്മൾ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ശരീരം തന്നെ ഇത്തരം പ്രശ്നങ്ങളെ റിപ്പയർ ചെയ്യാൻ സാധിക്കും. അപ്പം എങ്ങനെയാണ് ഇത് ആന്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അതായത് വ്യത്യസ്ത വർണ്ണങ്ങളുള്ള അതായത് ആന്റി ഓക്സിഡന്റ് കിട്ടുന്നത് ഈ വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ നിന്നാണ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, വിറ്റാമിൻ എ, സി, ഇയിലെ ബീറ്റാ കരോട്ടീൻ, ലൂട്ടീൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ഇതിനൊക്കെയും നമ്മൾ കഴിക്കുന്ന ഡിഫറെന്റ് കളറിലുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഗാർഡൻ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ നിന്നാണ് ഇത് കിട്ടുന്നുണ്ടാവുക. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചേ, ഇത് നമുക്ക് ഇത്രയും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അതായത് ഗാർഡൻ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്യൂർ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമുക്ക് ഒന്നുമില്ലാത്ത, കെമിക്കൽ ഇല്ലാത്ത ഫ്രൂട്ട്സ് നമുക്ക് കിട്ടുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല അല്ലെ. അപ്പം നേരത്തെ കണ്ട ഒരു ഐറ്റം നമ്മൾ കഴിച്ചാൽ പോരാ, ഓരോ ഐറ്റം മാത്രം കഴിച്ചാൽ പോരാ, ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റം ആണ് നമ്മളിവിടെ കഴിക്കേണ്ടത്. അതിനുവേണ്ടി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന പ്രൊഡക്റ്റ് ആണ് ഐപ്പൾസ്. അതായത് അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. വേൾഡിലെ ഫസ്റ്റ് ക്വാളിറ്റി ഓർഗാനിക് ആൻഡ് ഗാർഡൻ ഫ്രഷ് ആയിട്ടുള്ള 15 തരത്തിലുള്ള ഒരു ഫ്രൂട്ട്സിന്റെ ബ്ലെൻഡ് ആയിട്ടാണ് ഐപ്പൾസ് വരുന്നത്. ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്, കൂടാതെ ബെസ്റ്റ് ഇമ്മ്യൂൺ ബൂസ്റ്റർ കൂടിയാണ് ഐപ്പൾസ് എന്ന് പറയുന്നത്. 5 ബെറി ഫ്രൂട്ട്സും, അതായത് 5 ബെറി ഫ്രൂട്ട്സുകളും 10 സീസണൽ ഫ്രൂട്ട്സിന്റെയും ഒരു പെർഫെക്റ്റ് കോമ്പോസിഷൻ ആണ് ഐപ്പൾസിൽ ഉള്ളത്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് അസൈബറി. അതായത് ഇന്ന് ലോകത്തിലെ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് എടുത്ത് നോക്കിയാൽ ഹയസ്റ്റ് ഒറാക് സ്കോർ ഉള്ള ഒരു ഫ്രൂട്ട് ആണ് ഈ അസൈബറി എന്ന് പറയുന്നത്. കൂടാതെ ഹേർട്ട് സപ്പോർട്ട് ആണ്, നമ്പർ വൺ ആന്റി ഓക്സിഡന്റ് ആണ്, ഫോർ ആന്റി ഏജിങ് സപ്പോർട്ട് ആണ്. അതുപോലെ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാനും
ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റപ്പ് ചെയ്യാനും നമ്മുടെ അസൈബറി സഹായിക്കുന്നുണ്ട്. അങ്ങനെ ലോകത്ത് ഇന്ന് ക്ലിനിക്കൽ ട്രയൽസ് കഴിഞ്ഞിട്ടുള്ള ഒരു ഫ്രൂട്ട് ആണ് നമ്മുടെ ഈ അസൈബറി എന്ന് പറയുന്നത് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇനി ബഹിരാകാശത്തുള്ള ഈ ആസ്ട്രോണൈറ്റിന് വേണ്ടി അമേരിക്കൻ ഏജൻസിയായ നാസ അവരുടെ ക്യാൻസർ റേഡിയേഷനിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതേ അസൈബറി മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിക്കൊണ്ട് AS10 എന്നൊരു ഡ്രിങ്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടി നമ്മുടെ ഇൻഡസ് വിവ കമ്പനി ഇറക്കിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഐപ്പൾസ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഐപ്പൾസിന്റെ ഒറാക് വാല്യൂ എന്ന് നോക്കിയാൽ, സാധാരണ ഒരാളുടെ ശരീരത്തിൽ ഒരു ദിവസത്തിൽ 5000 ഒറാറ്റ് യൂണിറ്റ് ആന്റി ഓക്സിഡന്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ആ ശരീരത്തിൽ കൃത്യമായി എല്ലാ റിപ്പയറിംഗ് കാര്യങ്ങളും സുഗമമായി നടക്കുന്നുണ്ടാവും മൈ ഡിയർ ഫ്രണ്ട്സ്. അതായത് ഓർഗാനിക് ആയിട്ടുള്ള ഗാർഡൻ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ദിവസേന ഒരു വ്യക്തി കഴിക്കണം എന്നുള്ളതാണ്. അതായത് 3.5 കിലോ ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. എന്നാൽ ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഒരു ഫാമിലിയിൽ 4 അംഗങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ദിവസം 14 കിലോഗ്രാം ഫ്രൂട്ട്സ് വേണം ദിവസവും, അല്ലെ? അതൊന്നും പോസിബിൾ അല്ല. എന്നാൽ ഇവിടെയാണ് നമ്മുടെ ഐപ്പൾസ് എന്ന പ്രൊഡക്റ്റിന്റെ പ്രത്യേകത. നമ്മുടെ പ്രൊഡക്റ്റ് നമ്മളെ ഇതിന് സഹായിക്കുന്നുണ്ടാവും. കാരണം വെറും വയറ്റിൽ 60 ml ഐപ്പൾസ് നിങ്ങൾ കഴിക്കാൻ തയ്യാറായാൽ 7000 ഒറാക് യൂണിറ്റ്സ് ആന്റി ഓക്സിഡന്റ് നിങ്ങളുടെ ശരീരത്തിലേക്ക് കിട്ടുന്നുണ്ടാവും. മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ പ്രൊഡക്റ്റിന്റെ സേഫ്റ്റിയും അതുപോലെ എഫിക്കസിയും നോക്കുകയാണ്, അതായത് സുരക്ഷിതത്വവും കാര്യക്ഷമതയും നോക്കുകയാണെങ്കിൽ മനുഷ്യരിൽ പരീക്ഷിച്ച് വിജയിച്ച് വന്നിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഐപ്പൾസ് എന്ന് പറയുന്നത്. ക്ലിനിക്കൽ ട്രയൽസ് കഴിഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ ഫോർമുലേഷൻ നടന്നിട്ടുള്ളത് ബയോ ആക്റ്റീവ് ജപ്പാൻ കോർപ്പറേഷൻ എന്ന ടോക്കിയോ ആസ്ഥാനമാക്കിയിട്ടുള്ള സ്ഥാപനത്തിലാണ്. വേൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഈ പ്രൊഡക്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഈ പ്രൊഡക്റ്റുകൾ നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി. ഇനി എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ദിവസം 30 ml രാവിലെയും 30 ml വൈകിട്ടും ഭക്ഷണത്തിന്റെ അരമണിക്കൂർ മുമ്പ് കഴിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നമുക്ക് നമ്മുടെ എംപ്റ്റി സ്റ്റൊമക്കിൽ നിങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറായാൽ ഡേ ബൈ ഡേ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും? നമുക്ക് നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഓരോരുത്തരും ഈ ഐപ്പൾസ് വാങ്ങി യൂസ് ചെയ്യുക. യു ആർ വാട്ട് യു ഈറ്റ്, മേക്ക് ഹെൽത്തി ചോയ്സ്. താങ്ക് യു വെരി മച്ച്. ഓവർ ടു യു MC. ഓക്കെ, താങ്ക് യു മാഡം. ഒരുപാട് അറിവുകൾ നമ്മുടെ ആരോഗ്യം എങ്ങനെ നിലനിർത്തണം, ആരോഗ്യത്തിൽ ജീവിതശൈലി വരുന്ന രോഗങ്ങളെ കുറിച്ചും അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന നമ്മൾ കഴിക്കേണ്ട ഭക്ഷണത്തെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാഡം പങ്കുവെച്ച് എല്ലാവരും ആർസിമ്പിൾ കൊടുക്കുക. എല്ലാവരും ഇന്നത്തെ പ്രോഗ്രാമിൽ കിട്ടിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. നിങ്ങൾ എല്ലാവരും ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോവുക. നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ.